ഇന്ന് നവംബർ 1. കേരളം ഉണ്ടായിട്ട് 68 വർഷമായി. ഗുഡ് പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളപ്പിറവി ദിനമായതുകൊണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പായസമാണ്. എന്നോടൊപ്പം ഷെഫ് സാബും കൂടെയുണ്ട്. നമുക്കിനി ക്യാരറ്റ് പായസം എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് നെയ്യ് ഒഴിച്ച് കിസ്മിസും കാഷ്നട്ടും നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിക്കാം അല്ലേ? ഒഴിക്കും, തീർച്ചയായിട്ടും. നമുക്കിതിലേക്ക് കിസ്മിസും കൂടി വറുത്തെടുക്കാം. സമയം ലാഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിന് നന്നായിട്ടൊന്ന് നോക്കിച്ചെടുക്കാം. നമുക്ക് കോരിയെടുക്കാം. എണ്ണക്കകത്ത് കിടക്കുന്ന ആദ്യം കോരിയ നമുക്ക് എണ്ണയിൽ നിന്ന് സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മളൊരു 1.5 കിലോ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള ക്യാരറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അലുവ ഉണ്ടാക്കുന്ന പാകത്തിനുള്ള ക്യാരറ്റാണ് ഏറ്റവും രുചികരമായത്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് നെയ്യിൽ സോട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇതിനെ പച്ചമണം മാറുന്ന വരെ സോട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കൽക്കണ്ടിട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റിലേക്ക് കുറച്ച് മധുരപ്പൊക്കെ കിട്ടിക്കോളും. ക്യാരറ്റ് നന്നായി നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിക്കകത്ത് നിന്ന് അരച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റ് നന്നായി ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആ സമയത്ത് നമുക്ക് നമ്മുടെ ചവ്വരി വേവിച്ചെടുക്കാം. നമ്മളൊരു 3 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചവ്വരി നമുക്ക് കുറച്ച് തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കാം. ചവ്വരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയ നമ്മുടെ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒഴിച്ചോട്ടെ, ഇളക്കോ. നമ്മൾ ആദ്യം മാറ്റി വെച്ച 2ാം പാലിൻ്റെ ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അല്പം ഏലക്കപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കൽക്കണ്ടം ചേർത്ത കാരണം പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു ടേസ്റ്റിനും തിക്നെസ്സിനും വേണ്ടിയിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ പായസം ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. മധുരമൊക്കെ നല്ല പാകത്തിനാണ്. ഇനി നമുക്ക് മുമ്പേ നമ്മൾ സോട്ട് ചെയ്ത് മാറ്റി വെച്ച വേവിച്ച ക്യാരറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് നേരത്തെ വറുത്ത കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം റെഡിയായിരിക്കുകയാണ്. നമുക്ക് കേരളപ്പിറവി ദിനമായി ഇന്ന് നമ്മൾ പാകം ചെയ്ത ക്യാരറ്റ് പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ ഒരു നാടൻ വിഭവവുമായി വീണ്ടും ഞങ്ങൾ വരുന്നതാണ്.
ബൈ.